മുന്നിൽ ഇനി വേറെ വഴിയൊന്നുമില്ല. മലയാളത്തിലുള്ള ഒരു സെന്റൻസ് അല്ലേ ഇത്? നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം? പലരും ഇങ്ങനെ ഒരു സെന്റൻസ് കിട്ടുന്ന സമയത്ത് ഓരോ വേർഡും കട്ട് ചെയ്ത് ഇതിന്റെ ഇംഗ്ലീഷ് എന്താ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എന്റെ എന്ന് പറയുമ്പോൾ മൈ, മുന്നിൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്, വേറെ എന്ന് പറയുമ്പം അനദർ അല്ലെങ്കിൽ അതർ, വഴി എന്ന് പറയുമ്പോൾ വേ. പക്ഷെ ഈ രീതിയിലല്ല നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇംഗ്ലീഷിൽ സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രക്ചർ ഉണ്ട്. സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ്ങിനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് വരിക എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഐ ഹാവ് നോ അതർ ചോയ്സ്, അല്ലെങ്കിൽ ഐ ഹാവ് നോ അതർ ഓപ്ഷൻ. രണ്ടും കറക്റ്റ് ആണ്. ഇവിടെ എന്റെ മുന്നിൽ ഇനി വേറെ വഴിയൊന്നുമില്ല. ഈ വഴിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വഴി എന്ന് പറയുന്നത് ലിറ്ററൽ മീനിങ് അല്ല, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ്. സോ അവിടെ നമ്മൾ ചോയ്സ് യൂസ് ചെയ്തു. ചോയ്സ് ആണ്. എന്താണ് നമുക്ക് ഇല്ലാത്തത്? വേറെ ചോയ്സ് ആണ്. സോ ഈ അതർ ചോയ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ വരുന്നത്. ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ആർക്കാണ് വേറെ വഴിയൊന്നും ഇല്ലാത്തത്? എനിക്കാണല്ലേ. ഐ ഹാവ് നോ. ഈ ഹാവ് ആണ് ഇവിടുത്തെ വേർബ്. ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഐ ഹാവ് നോ അതർ ചോയ്സ് അല്ലെങ്കിൽ ഐ ഹാവ് നോ അതർ ഓപ്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെയല്ല, നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ മീനിങ് ഒന്നും മനസ്സിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനറിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങളുടെ ഇംഗ്ലീഷ് ലേണിംഗ് പ്രോസസ്സ് കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കുക, മെസ്സേജ് ചെയ്താൽ മതി. താങ്ക് യു. English Mitra. Stop worrying, start learning.